നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. അലയടിക്കുന്ന തിരമാലകൾ പിൻവലിയുന്നത് കൂടുതൽ ശക്തിയോടെ ആഞ്ഞടിക്കുവാൻ തന്നെയാണ്. അനുകൂലമായ സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കുകയല്ല വേണ്ടത്. ഏത് സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റുന്നതിലാണ് നമ്മുടെ വിജയം. തടസ്സങ്ങൾ ഉണ്ടാവുന്തോറും കാറ്റിന്റെ ശക്തി കൂടുന്നതുപോലെ മുന്നിലെ പ്രതിസന്ധികളെ വാശിയോടെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. പശിനി, കാമേശ്വരി മുതലായ 8 അക്ഷര ദേവതമാരുണ്ട്. അവർ സാക്ഷാൽ ത്രിപുര സുന്ദരിയോടൊപ്പം വിരാജിക്കുന്നു. അതിനാൽ ദേവീ ഭജനം ആത്മജ്ഞാനത്തിന് എന്നതുപോലെ അക്ഷരജ്ഞാനത്തിനും സഹായകമാകുന്നു. ഇനി കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. വഴിനീളെ കണ്ണും നട്ടൻ കാണനിരിക്കുമ്പോൾ 17 18 പനിനീരും പൂമൊട്ടായും പലരും നഷ്ടപതിക്കൊരു നാണം ചേർക്കുമ്പോൾ ആ പെൺകൊടിരാതെയാണെന്നറിയനറിഞ്ഞില്ല. ആ പാതുക പുണ്യം ഞാൻ കണ്ടറിഞ്ഞില്ല. ആ പെൺകൊടിരാ
സഹചരനായിരുന്നു ഹനുമാൻ. ശ്രീരാമ ദർശനത്തോടെ രാമഭക്തനാവുകയും അദ്ദേഹത്തിന്റെ ദാസനായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. രാമായണത്തിലെ അത്യുജ്വലമായ പല മുഹൂർത്തങ്ങളിലും ഹനുമാന്റെ പ്രാധാന്യം നമുക്ക് കാണാം. ഇന്ന് ഹനുമത് ജയന്തി ദിനത്തിൽ ഹനുമാന്റെ കഥകളാകട്ടെ കഥയമമയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഹനുമത് ജയന്തിയാണ്. രാമായണത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രം ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ സ്വരത്തിൽ ഉറക്കെ പറയാനുള്ള ഒരേ ഒരു പേര് ആ ആഞ്ജനേയ സ്വാമിയുടേതാണ്, ഹനുമാൻ സ്വാമിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ അവതാരം ഉണ്ടായ ദിവസമായിട്ടാണ് ഇന്നേ ദിവസത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി സംബന്ധിക്കുന്ന ഒരു കഥയോ അദ്ദേഹത്തിൻ്റെ അവതാര തത്വമോ ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഹനുമാൻ സ്വാമി നമുക്ക് നൽകുന്ന പാഠം എന്താണ് എന്ന് ആത്യന്തികമായിട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നോക്കൂ, ഹനുമാൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ചൈതന്യം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും കേസരിയുടെയും അഞ്ജനയുടെയും പുത്രനാണ് അദ്ദേഹം, വായുദേവന്റെ പുത്രനാണ് അദ്ദേഹം, ഇങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഹനുമാന്റെ തേജസ് എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ്റേത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രുദ്രാംശഭൂതനാണ്, മഹാദേവന്റെ അംശത്തോടു കൂടി ജനിച്ച ആളാണ് ഹനുമാൻ സ്വാമി. പണ്ട് ശ്രീ മഹാദേവനും ശ്രീപാർവതിയും വാനര രൂപത്തിൽ വനത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള ഉണ്ണിയാണ് ആ ഹനുമാൻ സ്വാമി എന്നാണ് സങ്കല്പം. ആ തേജസ്സിനെ വായുദേവനാണ് ആദ്യം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പരമഭക്തരായിട്ടുള്ള കേസരി എന്ന് വിളിക്കപ്പെടുന്ന വാനര രാജാവിന് ആ ചൈതന്യത്തെ കൈമാറുന്നു. അവരുടെ ഭാര്യയായിട്ടുള്ള അഞ്ജന എന്ന് വിളിക്കപ്പെടുന്ന വാനര സ്ത്രീ, ഒരു അപ്സര സ്ത്രീ ആയിരുന്നു അവർക്ക് ശാപം കിട്ടി വാനര സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറിയതാണ്. ആ വാനര സ്ത്രീയായിട്ടുള്ള അഞ്ജനയുടെ ഗർഭത്തിലേക്ക് ആ മഹാദേവന്റെ അംശത്തെ വായുദേവൻ കേസരിയിലൂടെ സ്വാംശീകരിക്കുന്നു. അങ്ങനെയാണ് അഞ്ജനയുടെ ഗർഭത്തിൽ നിന്ന് ഭഗവാൻ സാക്ഷാൽ ഹനുമാൻ സ്വാമി പുറത്തേക്ക് വരുന്നത്. തന്നേക്കാൾ വലിയ ഒരു ചൈതന്യം, തന്നേക്കാൾ ശക്തിയുള്ള ഒരു വാനരൻ അഞ്ജനയുടെ ഗർഭത്തിൽ മഹാദേവന്റെ അംശത്തോടു കൂടി ജനിക്കാനിരിക്കുന്നു എന്ന് ബാലിക്ക് അറിയാമായിരുന്നു എന്നും വ്യാഖ്യാനം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ തിളച്ച ഒരു ലോഹക്കൂട്ട് അഞ്ജനയുടെ ഗർഭത്തിലേക്ക് ഒഴിച്ചു ബാലി എന്നും അത് ഭഗവാന് കവചമായി തീർന്നു, ഭഗവാൻ അതുകൊണ്ട് പരിക്കൊന്നും പറ്റിയില്ല എന്നുള്ളൊരു വ്യാഖ്യാനം കൂടെ പറയാറുണ്ട്. എങ്ങനെയായാലും ഭഗവാൻ അഞ്ജനാപുത്രനാണ്, കേസരി നന്ദനനാണ്, വായുപുത്രനാണ്, സാക്ഷാൽ മഹാദേവന്റെ അംശം തന്നെയാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഭയം എന്ന് പറയുന്നൊരു വികാരം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ്. ധീരതയുടെയും അതേസമയം ശാന്തതയുടെയും പ്രതീകമാണ് ഹനുമാൻ സ്വാമി. പൊതുവിൽ നമ്മളെല്ലാവരും പറയാറുള്ളത് ഈ ധീരരായിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും അവരുടെ ശരീരവും മനസ്സും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്നാണ്. എന്നാൽ ഹനുമാൻ സ്വാമി അങ്ങനെയല്ല. ഏറ്റവും ധീരനായിരിക്കുമ്പോഴും ഏറ്റവും ശാന്തനായിരിക്കാൻ സാധിക്കുന്ന ആളാണ് അദ്ദേഹം. ഏറ്റവും പരമഭക്തനായിരിക്കുമ്പോഴും ഏറ്റവും വലിയ പോരാളിയായിരിക്കാൻ സാധിക്കുന്ന ആളാണ് അദ്ദേഹം. ഏറ്റവും വലിയ രൂപം സ്വീകരിക്കാൻ സാധിക്കുമ്പോഴും ഒരു കടുകുമണിയോളം ചെറുതാവാനും സാധിക്കുന്ന ആളാണ് അദ്ദേഹം. അത്രയധികം വിശേഷതകളുള്ള ഭഗവാന്റെ തന്നെ നാരായണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം ഹനുമാൻ എന്ന് പറയാൻ തക്ക തരത്തിലുള്ള ഗുണഗണങ്ങളുള്ള ആ അഞ്ജനാസദനായിട്ടുള്ള ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ള ഈ ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളും ആത്യന്തികമായിട്ട് പഠിക്കേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ രാമായണത്തിലെ സീതാന്വേഷണത്തിന് രംഗത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. വാനരന്മാർ സമുദ്രതീരത്തെത്തി സമുദ്രം തരണം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ വാനരന്മാരും വന്ന് ഞാൻ ഇത്ര കാതം ചാടും എന്ന് ഉറക്കെ സംസാരിക്കുമ്പോൾ തനിക്ക് മാത്രം ഇതിനൊന്നുമില്ല കഴിവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്ന ഹനുമാനെ നോക്കിക്കാണുന്ന ജാംബവാന്റെ കഥ രാമായണത്തിലുണ്ട്. മുനിമാരുടെ ശാപം കിട്ടിയിട്ടുണ്ട് ഹനുമാന്. പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ മറന്നു പോട്ടെ, ഒപ്പം തന്നെ സ്വന്തം ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ പോട്ടെ. ഈ രണ്ട് ശാപങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എപ്പോഴാണോ ഒരു ഗുരുനാഥന്റെ സഹായം ഉണ്ടാവുന്നത് അപ്പം പൂർവ്വസ്മൃതി ഉണ്ടാവട്ടെ എന്നൊരു ശാപമോക്ഷവും ഹനുമാന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാംബവാൻ ഈ വിഷണ്ണനായിരിക്കുന്ന ഹനുമാന്റെ പക്കൽ വന്ന്
അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് രാമായണത്തിൽ നമുക്ക് കേൾക്കാം. ഹനുമാൻ താങ്കൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് സൂര്യനെ കണ്ട് അതൊരു വിശേഷപ്പെട്ട ഫലമാണെന്ന് കരുതി അതിനെ കഴിക്കാനായി ചാടിയ ആളാണ്. അതുകൊണ്ട് സൂര്യനിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ച അങ്ങേക്ക് ഈ സമുദ്രം തരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അങ്ങയുടെ ശക്തി സ്വയം തിരിച്ചറിയൂ എന്ന് ജാംബവാൻ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഹനുമാൻ സ്വാമിക്ക് തൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത് എന്നാണ് രാമായണം പറയുന്നത്. നോക്കൂ, ഹനുമാന്റെ ആ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മളിൽ എത്രയോ പേര് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. സ്വന്തം ശക്തി എന്തെന്ന് മനസ്സിലാക്കാതെ, സ്വന്തം കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കാതെ, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് കരുതി വിഷാദ രോഗത്തിനും ആത്മഹത്യയിലും അഭയം പ്രാപിക്കാനിരിക്കുന്ന എത്രയോ പേരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നമുക്കിന്ന് ഈ കേരളത്തിൽ കാണാൻ സാധിക്കും. അവർക്ക് ആരുടെ കുറവാണുള്ളത്? അവർക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്ന ഗുരുനാഥന്മാരുടെ സാന്നിധ്യം നമുക്കിന്ന് അധികം കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണോ ജാംബവാൻ ഹനുമാൻ സ്വാമിയുടെ മനസ്സ് മാറ്റി അദ്ദേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തത്, അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ചുറ്റും കാണുന്ന തളർന്നിരിക്കുന്ന മനസ്സുള്ള ആളുകളെ യഥാർത്ഥത്തിൽ അങ്ങയുടെ ഉള്ളിലുള്ള ആഞ്ജനേയനെ തിരിച്ചറിയൂ എന്നുള്ള വാചകം കൊണ്ട് അവരെ കർമ്മപദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് യത്നിക്കാനും അവരെ പ്രാപ്തരാക്കാൻ നമ്മളാലാവുന്നത് ചെയ്യണം. നമ്മൾ ഓരോരുത്തരും ഓരോ ജാംബവാന്മാരായി മാറണമെന്നാണ് ഹനുമാൻ സ്വാമി താല്പര്യപ്പെടുന്നത്. എല്ലാവരിലും ഒരു ഹനുമാനുണ്ട്. വാനര സ്വഭാവമുള്ള മനസ്സ്, ഒന്നിലും സ്ഥിരമായിട്ട് നിൽക്കാതെ ചാടി കളിക്കുന്ന ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുണ്ട്. അതിനെ സ്ഥിരമായിട്ട് രാമപാദത്തിൽ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ നാമജപം കൂടിയേ തീരൂ. ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിസ്സംശയം പറയാറുണ്ട്, എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ രാമനാമത്തിൻ്റെ ജപമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹനുമത് ജയന്തി ദിവസം ആഞ്ജനേയനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ദിവ്യനാമം രാമരാമ എന്നുള്ള മന്ത്രം കൂടെ ഉറക്കമുഴക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആഞ്ജനേയൻ്റെയും ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ദിനമാണിന്ന്. വേണാട്ട് രാജാക്കന്മാരുടെ കാലം മുതൽ ആരാധിച്ചു വരുന്ന കുലദേവതയാണ് മഹാവിഷ്ണു. പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിച്ച ശ്രീ മാർത്താണ്ഡവർമ്മ തൻ്റെ പള്ളിവാൾ നടക്കുവെച്ച് പത്മനാഭന്റെ ദാസനായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. പത്മനാഭസ്വാമിയുടെ ആറാട്ട് ഘോഷയാത്രയിൽ ഇന്നും രാജകൊട്ടാരത്തിലെ പ്രതിനിധി പള്ളിവാളേന്തി ഒപ്പമുണ്ടാകും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പട്ടണം. ഇവിടെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തൃപ്രയാർ, കൂടൽമാണിക്യം, മൂഴിക്കുളം, പായമ്മൽ എന്നിവ രാമായണവുമായി ബന്ധപ്പെട്ട നാലമ്പലങ്ങൾ എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഭരതസങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. ക്ഷേത്രഗോപുരം കടക്കുമ്പോൾ ഇരുഭിത്തികളിലുമായി ആകർഷകമായ 2 ശില്പങ്ങൾ കാണാം. ഒന്ന് ശ്രീരാമ പട്ടാഭിഷേകം, 2 നന്ദിഗ്രാമം, ചെമ്പുമേഞ്ഞ ശീവേലിപുര, ബലിക്കൽപുര, കൂത്തമ്പലം എന്നിങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും ഇവിടെ കാണാം. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം എങ്കിലും കിഴക്കു പടിഞ്ഞാറായി 2 ഗോപുരവാതിലുകളുണ്ട്. 40 ദിവസത്തോളം കൂത്തു നടത്തിയിരുന്ന കൂത്തമ്പലമാണ് ഇവിടത്തേത്. കുട്ടഞ്ചേരി, ഇരവിച്ചാക്യാർ അടക്കമുള്ള പ്രമുഖന്മാർ ഇവിടെ കൂത്തു നടത്തിയിരുന്നു. വിദേശികൾ പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ അനുവാദത്തോടു കൂടി ഇവിടെ വന്ന് ഈ കൂത്തമ്പലത്തിൻ്റെ അതിൻ്റെ ടെക്നോളജിയും സ്ട്രക്ചറും അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ പരിശോധിച്ച് ഇവിടുന്ന് പോകാറുണ്ട്. ആ ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വേണ്ടി ഇതുപോലെയുള്ള കൂത്തമ്പലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ നമ്മുടെ കൂത്തമ്പലത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോകുന്നത്.
കൂത്തമ്പലത്തിൽ കൂത്ത് ആട്ടങ്ങൾ, അതുപോലെ തന്നെ പ്രധാന ഉത്സവ ദിവസങ്ങളിലും അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലൊക്കെ തന്നെ കൂത്ത്, അതുപോലെ തന്നെ പാടവം പോലെയുള്ള എല്ലാ ആചാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. 10 ഏക്കർ വിസ്തൃതിയുണ്ട് ക്ഷേത്രഭൂമിക്ക്. ഇവിടെ അതിവിശാലമായൊരു ക്ഷേത്രക്കുളം കാണാം. യാഗശാലയായിരുന്ന സ്ഥലത്ത് സ്വയം ആവിർഭവിച്ചതാണ് ഇവിടുത്തെ കുളം എന്നാണ് ഐതിഹ്യം. ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് ഇതിൽ നിന്നാണ്. പണ്ട് കുലീപനി മഹർഷി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വാസമാണ് ഈ കുളത്തിന് കുലീപനി തീർത്ഥം എന്ന പേര് കിട്ടാൻ കാരണം. ഈ കുളത്തിലെ മത്സ്യങ്ങളെല്ലാം ഓരോ ദേവന്മാരാണ് എന്ന വിശ്വാസത്തിലാണ് ഇവിടെ മീനൂട്ടൽ ചടങ്ങ് നടത്തുന്നത്. 2 നിലകളുള്ള വട്ടശ്രീകോവിലാണ് ഇവിടെയുള്ളത്. അതിൽ രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതന്റെ ശിലാവിഗ്രഹത്തിന് 6 അടി ഉയരമുണ്ട്. വലത് കൈകളിൽ ഒന്നിൽ വില്ലും മറ്റൊന്നിൽ അഭയമുദ്രയും, ഇടത് കൈകളിൽ യഥാക്രമം ശംഖും ചക്രം എന്നിവയും കഴുത്തിൽ താമരമാലയും അണിഞ്ഞ വിഗ്രഹമാണ് ഭരതന്റേത്. കുലീപനി യാഗശേഷം യജ്ഞാദേവ പ്രതിഷ്ഠയോടുകൂടിയ അമ്പലം ഇവിടെ ഉണ്ടായി എന്നും പിന്നീട് ശൈവ വൈഷ്ണവ തർക്കങ്ങളെ തുടർന്ന് ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്നും ഇക്കാലത്ത് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് 4 വിഗ്രഹങ്ങൾ കിട്ടിയെന്നും അതിൽ ഭരതന്റേത് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. തൃപ്രയാർ ആറാട്ടിന് ഇവിടത്തെ പൂജ നേരത്തെ അവസാനിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ശൈവ വൈഷ്ണവ ചര്യകൾ കൂടിക്കലർന്നു കിടക്കുന്നത് ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇവിടത്തെ പൂജകൾ വിഷ്ണു സങ്കല്പത്തിലാണെങ്കിലും ക്ഷേത്ര പ്രദക്ഷിണം ശിവക്ഷേത്രങ്ങളെ പോലെ അപൂർണമാണ്. നളചരിതത്തിന്റെ കർത്താവായ ഉണ്ണായി വാര്യർ ക്ഷേത്രത്തിനടുത്തുള്ള അകത്തൂട്ട് തെക്കേ വാര്യത്തിലെ അംഗമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. പ്രതിഷ്ഠകളില്ലെങ്കിലും ഹനുമാൻ, ദുർഗ, ഭദ്രകാളി എന്നിവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന വിശ്വാസത്തിൽ ഉത്സവകാലത്ത് ദേവിമാർക്ക് നിവേദ്യം നൽകുന്ന ഒരു ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നു. തിടപ്പള്ളിയിൽ ഹനുമാന് അവിലും പൂവൻപഴവും നേദിക്കുന്നു. ടിപ്പുവിന്റെ ആക്രമണത്തിൽ ക്ഷേത്രം അഗ്നിക്കിരയായെന്നും ശ്രീകോവിലിനോ വിഗ്രഹത്തിനോ കേടുപാടുകൾ ഉണ്ടായില്ല എന്നും പറയപ്പെടുന്നു. പിന്നീട് ക്ഷേത്ര പുനരുദ്ധാരണം നടന്നപ്പോൾ വിഗ്രഹത്തിൽ ഒരു ദിവ്യജ്യോതി തെളിഞ്ഞതും അത് മാണിക്യത്തിന്റെ കാന്തിയാണോ എന്ന് പരീക്ഷിച്ചറിയാൻ മാണിക്യക്കല്ല് വിഗ്രഹത്തോട് ചേർത്ത് വച്ച് പരിശോധിച്ചു നോക്കിയെന്നുമുള്ള കഥകൾ നിലവിലുണ്ട്. കായംകുളം രാജാവിൽ നിന്ന് വാങ്ങിയ മാണിക്യം വിഗ്രഹത്തോട് ചേർത്ത് വച്ചപ്പോൾ അത് ലയിച്ച് വിഗ്രഹത്തോട് കൂടിച്ചേർന്നതുകൊണ്ടാണ് കൂടൽ മാണിക്യം എന്ന പേര് വന്നത് എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. പ്രധാന വഴിപാട് താമരമാലയാണ്. അത് കാര്യസാധ്യത്തിനുള്ളതാണ്. അതുപോലെ മഴ പെയ്യാതിരിക്കാനും അതിന് വിപരീതമായി മഴ പെയ്യാനും വേണ്ടിയിട്ടും വഴിപാടായിട്ട് ചെയ്യുന്നതാണ് താമരമാല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വഴുതനങ്ങ നിവേദ്യം. അത് വേറെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് വഴുതനങ്ങ നിവേദ്യം എന്ന് പറയുന്നത്. ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പരിഹാരവും അതുപോലെ തന്നെ അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അതുപോലെ അവിൽ ഉള്ള നിവേദ്യങ്ങളുണ്ട്, മറ്റ് പായസം, കൂട്ടുപായസം, മറ്റു പായസങ്ങളൊക്കെ. അപ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഈ ക്ഷേത്രം ഈ നാലമ്പല ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. വില്ലുമംഗലത്ത് സ്വാമിയാർ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വന്നിരുന്നു. അപ്പോൾ വിവിധ ക്ഷേത്രങ്ങളുടെ ശക്തി ആവാഹിച്ച ഒരു ശംഖ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിൽ വച്ച് ശംഖ് താഴെ വീണുടഞ്ഞ് സകല ക്ഷേത്രത്തിലെയും ശക്തി ഇവിടത്തെ ശക്തിയോട് കൂടിച്ചേരുകയും ചെയ്തു എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ഈ വിശ്വാസമാണ് ഇവിടത്തെ മൂർത്തിക്ക് സംഗമേശ്വരൻ എന്ന പേരുകൂടി നേടിക്കൊടുത്തത് എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ സംഗമേശ്വരൻ ശിവന്റെ നാമമാണെന്നും മൂർത്തിയുടെ ശൈവ ചൈതന്യമാണ് ഇതിന് പിന്നിലെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. ചരിത്ര പഠനത്തിന് അനന്തസാധ്യതകൾ നൽകുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഒരു കാലത്ത് ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നത് ജൈനമുനിയായ ബാഹുബലിയുടെ സഹോദരൻ ഭരതേശ്വരനായിരുന്നു എന്ന വിശ്വാസമുണ്ട്. AD 1194 കുലോത്തുംഗ ചോളന്റെ തഞ്ചാവൂർ ശിലാശാസനത്തിൽ ചേതികുല മാണിക്യപ്പെരുമ്പള്ളി എന്ന വിശേഷണം കാണുന്നതിനാൽ ഇവിടത്തെ മാണിക്യം എന്ന പ്രയോഗം ജൈന ആരാധനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രാചീന കാലത്ത് ഇവിടെയുണ്ടായിരുന്ന പ്രതിഷ്ഠ നഗ്നപ്രതിഷ്ഠയാണെന്ന വിശ്വാസവും ജൈന ആരാധനയിലേക്ക് വിരൽ ചൂണ്ടുന്നു.
ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വൈവിധ്യപൂർണമായ ആരാധനാരീതികൾ സമർത്ഥമായി സമന്വയിപ്പിച്ചിരിക്കുന്നത് കാണാം. ഒന്നിടവിട്ട വർഷങ്ങളിൽ കുറുമാലിപ്പുഴയിലും ചാലക്കുടിപ്പുഴയിലും മാറി മാറി നടക്കുന്ന ആറാട്ടുപോലും അത്തരത്തിലുള്ള കൂടിച്ചേരൽ കരാറിന്റെ ഭാഗമായി നിലവിൽ വന്ന ആചാരമായിരിക്കണം. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നതായി രേഖകളിൽ കാണാം. മേടത്തിലെ ഉത്രത്തിന് കൊടിയേറി 11 ദിവസം നീളുന്നതാണ് ഇവിടുത്തെ ആറാട്ടുത്സവം. അഷ്ടമിരോഹിണിയും തുലാത്തിലെ തൃപ്പുത്തരിയുമാണ് മറ്റാഘോഷങ്ങൾ. മേടമാസിലെ ഉത്രത്തിനാണ് ഇവിടെ കൊടിയേറ്റം. തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. തൃശ്ശൂർ 10 ദേശങ്ങൾ കൂടിയിട്ട് ഒരു ദിവസത്തെ പൂരമാണ് നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ദേശം ഒന്നിച്ച് 10 ദിവസത്തെ ഉത്സവമാണ് നടത്തുന്നത്. അത് കൊടി കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 24 മണിക്കൂറും ഇടതടവില്ലാതെ പ്രോഗ്രാംസ് നടക്കുന്നതാണ്. ചരിത്രവും ഐതിഹ്യവും എന്തു തന്നെയായിരുന്നാലും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നായ കൂടൽമാണിക്യം ഇന്നും ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായി പ്രൗഢിയോടെ നിലകൊള്ളുന്നു. നിങ്ങൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ ശാന്തമായി സംസാരിക്കുക, മിതമായി ഭക്ഷിക്കുക, നിർഭയമായി പ്രവർത്തിക്കുക, ക്ഷമയോടെ ഇടപെടുക, മാന്യമായി പെരുമാറുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.